നല്ലോണം മേടിച്ച കുറെ രാത്രിയാണ് നമ്മ പുറത്തു പോയെന്നായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ചങ്ക് ബ്രോനെ കണ്ടുപിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഷോർട്സിലെല്ലാം അങ്ങനെ മിന്നായം പോലെ മിന്നി നിൽക്കുന്ന പേര് പറയൂ. അസർ എന്നുള്ള പേര് പലർക്കും അസർ എന്നുള്ള പേര് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ എപ്പം നോക്കിയാലും ഈ ചെങ്ങായിണ്ടോ ഷോർട്സിൽ അങ്ങനെ അധികം ആർക്കും പറയാനും പ്രൊനൗൺസ് ചെയ്യാനും അറിഞ്ഞൂടാ. ലിബ്രാസ് ഞാൻ ഇന്ന് ഉപ്രൂസ് ലിബ്ര അടിച്ച മച്ചന്റെ കുറെ വീഡിയോസ് ഒക്കെ വരും. ഭയങ്കര കൂളായിട്ടുള്ള ഷോർട്സ് അല്ലേ. 7 lakh ആയിട്ട് ഓൾ ദ ബെസ്റ്റ്. 1 million ഗ്യാങ്ങിലേക്ക് വരും. സോ ഞങ്ങളിപ്പോ ജസ്റ്റ് ലുലുന്ന് മീറ്റ് ചെയ്ത് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അൺബോക്സ് ഒക്കെ ചെയ്യണം. അപ്പൊ മച്ചാൻ അങ്ങോട്ട് ആളുവേ എവിടെ ബൈക്കിലേക്കാണ്. ഓൾ ദ ബെസ്റ്റ്. കാർ അവിടെ കിടക്കുന്നത് കണ്ടില്ല, സ്കൂളിൽ കിടക്കും. ഞാൻ ലുലുല് കൊടുത്ത് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് പൊളി സാധനം. എല്ലാവർക്കും ഒരു കിട്ടിക്കാഴ്ച വീട്ടിലെ സ്വാഗതം. അപ്പൊ ഞാൻ ലുലുലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പോയത് എന്തിനാ വെച്ചാൽ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ സാധനം വാങ്ങാണ്. ഞാൻ ഇന്നേ വരെ വാങ്ങാത്തൊരു സ്പെഷ്യൽ സാധനമാണ്. സോ ഞാൻ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇതുവരെ വാങ്ങിയില്ലല്ലോ ഞങ്ങളെ. ഞാൻ PC ഗെയിംസ് ഒക്കെ ആണ് കളിക്കാറ്. പക്ഷെ ഇത് വേറെ കിടക്കാഴ്ച ഒരു പ്രൊഡക്റ്റ് ആണ്. കുറെ ഫാൻസ് ഒക്കെ ഉള്ള ഒരു അമേസിങ് സാധനമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ കാരണം എന്നോടൊക്കെ ആദ്യം കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നു, ബ്രോ എക്സ്ബോക്സ് വാങ്ങിക്കൂടെ. ഞാൻ എക്സ്ബോക്സ് സീരീസ് X കുറെ നോക്കി, പക്ഷെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേസ്. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടത്. സോ ഇത് ഞാൻ ലുലുവിൽ അങ്ങ് വാങ്ങി. ഏകദേശം 35,000 rupees ഇട്ടുണ്ട്. സോ ഒരു അടിപൊളി സാധനമാണ്. ഇത് ഗെയിമിങ്ങിന് ബെസ്റ്റ് ആണ്. ടിവിയിലാണ് ഇത് കണക്ട് ചെയ്യുക. മോണിറ്റർ ഒന്നല്ല, ടിവിയിൽ കണക്ട് ചെയ്തിട്ട് ലിവിംഗ് ഏരിയയിൽ ഇരുന്ന് ചുമ്മാ കളിക്കുന്ന ഒരു സംഭവം. കൺട്രോളർ ഒക്കെ ഉണ്ട്. സോ അതാണ് നമ്മുടെ ഈ എക്സ്ബോക്സ് എന്ന് പറഞ്ഞ സാധനം. ഇതിന്റെ പ്ലേ സ്റ്റേഷൻ ഒക്കെ ഇല്ലേ, അതേമാതിരിയുള്ള ഒരു വേറെ കൺസോൾ എന്നാണ് പറയുന്നത്. അതേമാതിരി സാധനം. സോ ഡ്യൂട്ടിക്ക് എനിക്ക് മൾട്ടിപ്ലെയർ ഒക്കെ ചുമ്മാ കാഷ്വലി കളിക്കുക. സോ അതൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അൺബോക്സ് ചെയ്യണ്ടേ ഗൈസ്? അപ്പൊ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞത്. കിടക്കാര്യം സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ജോലി ഇല്ല, അതുപോലെ എന്താ പറയുക ഡിഗ്രി ഇല്ല, അങ്ങനെ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സൈറ്റ് പരിചയപ്പെടുത്തി. ഇതിന്റെ പേരാണ് റീലെവൽ ബൈ അണ്ണാക്കാട്. ജോലി അന്വേഷിച്ച് നടക്കാറുള്ള ഒരുമാതിരി മടുപ്പുള്ള പരിപാടിയാണ്. പക്ഷെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് കിട്ടിയാലും എപ്പോഴല്ലേ ഗൈസ്. നിങ്ങളിതൊരു നോർമൽ അഡ്വർടൈസ്മെന്റ് ആണ് വെച്ച് തള്ളിക്കളയത്. കാരണം വെച്ചാൽ ഇതിൽ ശ്രദ്ധക്കെ നിഷം ശുഭം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിലൂടെ ജോലി നേടിയവരാണ്. ഇവരൊക്കെ റീലെവൽ ബൈ അണ്ണ അക്കാഡമിയിലെ കാൻഡിഡേറ്റ്സ് ആണ് ഗൈസ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ നിഷ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അറൌണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ റീലെവലിലൂടെ. അതുപോലെ ശ്രദ്ധക്ക് പഠിച്ചത് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് എന്താ പറയുക കമ്പ്യൂട്ടറും അതുപോലെ സോഫ്റ്റ്വെയറിലേക്കൊക്കെ പോകുന്ന കുറച്ച് പണിയിട്ട ഒരു പരിപാടിയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പൊ അതിൽ പോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശുഭ UPSC എക്സാമിനോട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ റീലെവലിൽ ജോയിൻ ചെയ്തത്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റീലെവൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും നമ്മുടെ റീലെവൽ ഗൈസ്. പിന്നെ 200-ലധികം കമ്പനീസ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക നമ്മളെ മീഷോ ഉണ്ട്, Paytm ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അവരൊക്കെ ഈ റീലെവലിലൂടെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ നിങ്ങളോട് എന്തിനാ പറയാച്ചാൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ് ഗൈസ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഗൈസ്. പിന്നെ പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മളെ എന്താ പറയുക റീലെവല് ഗുഡീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും ടോപ്പ് 3-ലൊക്കെ നിൽക്കുന്നവർക്ക് iPhone, MacBook Pro അങ്ങനെ പറഞ്ഞ ഓരോരോ സാധനങ്ങൾ കൊടുക്കുന്നു. ഇന്ത്യയിൽ തന്നെ 30 കോടിക്ക് മുകളിലുള്ള ജോലികൾ നമ്മൾ റീലെവൽ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു. അവസാന മാസത്തെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറൌണ്ട് ഡെയിലി ബേസിസ് എടുത്തു കഴിഞ്ഞാൽ 36 ലക്ഷം രൂപ വേർത്തുള്ള ജോലികൾ കൊടുത്തു കഴിഞ്ഞു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 5 പുതിയ കാറ്റഗറിയുടെ നമ്മളെ റീലെവൽ കൊണ്ടുവന്നിട്ടുണ്ട്. മെക്കാനിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ 5 എണ്ണം എക്സ്ട്രാ കൂടി വന്നിട്ടുണ്ട്. എല്ലാം അറ്റൻഡ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ സെയിൽസ് വരുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, അനലിറ്റിക്സ് ഉണ്ട്, HR ഉണ്ട്, അങ്ങനെ കുറെ മെനി മോർ ഗൈസ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ടോപ്പ് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ ജോലി വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുക. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും. സോ സൈൻ അപ്പ് ചെയ്യാൻ മറക്കണ്ട. ഇതിന്റെ ലിങ്ക് താഴ്ത്തുണ്ട്. അപ്പൊ നോ എക്സ്പീരിയൻസ്, നോ ഡിഗ്രി, ജസ്റ്റ് സ്കിൽസ് ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എന്റെ കുറെ കാലത്തെ ഡ്രീം ആയിരുന്നു കേട്ടോ. ഡ്രീം എന്ന് പറഞ്ഞിട്ടില്ല, പലപ്പോഴും അവസരം കിട്ടിയപ്പോൾ ഞാൻ വാങ്ങാണ്ട് നിന്നാണ്. പക്ഷെ ഇപ്പൊ അതിന് പറ്റിയൊരു സമയമാണെന്ന് തോന്നി. സോ റെഡി 1 2 3 ഞാൻ മാത്രം കണ്ടാൽ ഇത് വളരെ ചെറിയ സാധനമാണല്ലോ. പെട്ടി ഇത്ര ചെറുതാണ്. എന്ത് ഇത്ര ചെറുതാണ്? മാത്രം ചെറുതായതല്ല, അങ്ങനെ തന്നെയാണ്. അല്ല അതല്ല, ഇനിയിപ്പൊ ഇന്ത്യ മാത്രം വളരെ ചെറിയ സാധനം. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇത്രയും വലിയ ഗെയിം കളിക്കാൻ മാത്രം ഉണ്ടോ എനിക്ക് അറിയത്തില്ല. കാഴ്ചയിലൊക്കെ കാര്യം റിമോട്ടില്ല. ഒരു മിനിറ്റ്, റിമോട്ടില്ല. ശരിക്കും തുറക്കാൻ കഴിയൂല വിചാരിച്ചിട്ട്
ഞാന് റിമോട്ട് ഇല്ലെങ്കിൽ പെട്ടോ റിമോട്ട് എക്സ്ട്രാ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് ചെലപ്പോ കാഴ്ചക്ക് വെക്കുക അതിനാണെന്നുള്ളേ, പക്ഷെ നമ്മള് മേടിക്കേണ്ടി വരും. റിമോട്ട് നല്ല അടിപൊളി റിമോട്ട് ഇട്ടോ, അടിപൊളി റിമോട്ട്. നീ ഇതിന്റെ കൂടെ റിമോട്ടിനോട് എന്താ, റിമോട്ടിനോട് ബാറ്ററി കേസ്, ബാറ്ററി അതവിടെ നിൽക്കട്ടെ. പിന്നെന്താ, പിന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള HDMI കേബിൾ ആട്ടോ, അൾട്രാ നല്ല അടിപൊളി സാധനമാണ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊന്നുമില്ല, പിന്നെ നല്ലോണം ചെക്ക് ചെയ്താള് നല്ലോണം എയർപോർട്ട് പോലെ ലാസ്റ്റ് ആണ് എന്റെ ചാർജർ കിട്ടി, അപ്പൊ നല്ലോണം നോക്കന്നെ അല്ലെ കോമഡി ആവും. സോ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് ഇങ്ങനല്ല, ഇത് കഴിക്കാണ്ട് ഓക്കെ. വളരെ ചെറിയ സാധനമാണ്, പക്ഷെ പവർഫുൾ ആണ്. അല്ലേ, വെയിറ്റ് ഉണ്ടോ? നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഉണ്ട്. റേഡിയോ എനിക്ക് റേഡിയോ ഒക്കെ ഓർമ്മ വരുന്നത് അങ്ങനത്തെ ഒരു സാധനം. സോ ഇതിൽ ഇതാക്കണ പോർട്ടുകളൊക്കെ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഇടാനുണ്ട്, പിന്നെ എന്താ പറയുക HDMI ഔട്ട്, SSD അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൺ ബട്ടൺ, ഇതാണ് ഇതിന്റെ ഫ്രണ്ട്, ഇങ്ങനെ വെക്കണ്ടല്ലോ, ഇങ്ങനെ Xbox കണ്ടില്ലേ, ഇതാണ് സംഭവം. എന്തായാലും നമുക്ക് ഓൺ ആക്കി നോക്കാം. എന്നിട്ട് ഇനി നമുക്ക് PC ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഈ സാധനം തന്നെ എല്ലാ ഗെയിം ഇനി വൈഫൈ ഇങ്ങോട്ട് കിട്ടാത്തോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചെറിയ രീതിയിൽ. TV മേലോട്ട് കൊണ്ടുപോകേണ്ടി വരുമോ നോക്കാം. റിമോട്ട് എന്ന് പറഞ്ഞാല് പക്ക സാധനം കേട്ടോ, ഒരു രക്ഷയില്ല, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യണ്ടില്ല നിങ്ങളെ. ഇതിന്റെ ബട്ടൺസ് ഒക്കെ ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ്, എന്ത് രസമാണ്. പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പോവാ. ഓക്കെ, എടുത്തിട്ടുണ്ട്. സോ നമ്മള് ഇവിടെ ഗെയിം കളിക്കാൻ പ്രത്യേകത വെച്ചാല് ഫുൾ ഡോൾബി സിസ്റ്റം ആണ്, സൗണ്ട് ഒക്കെ ശരിയാണ്. മറ്റേ പീസില് സൗണ്ട് എഫക്ട് ഉണ്ടാവില്ല. അതെ, അത് വേറൊരു സംഭവം തന്നെ. PC ആകുമ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ വെക്കുന്നത് തന്നെ, അതിന്റെ കുഴപ്പമില്ല. പിന്നെ വലിയ TV ആണ്, വലിയ TV ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിന്റെ. ഇത് നമുക്ക് എവിടെ വെക്കണം? ഇവിടെ തന്നെ വെക്കാം. കാരണം നമുക്ക് ഇതാക്കണം അവിടെ അല്ലേ, ഇവിടെ ഇതൊരു ബ്ലൂറേ പ്ലെയർ ഉണ്ട്, അപ്പം നമുക്ക് ഇതൊക്കെ അവിടെ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാക്കണം നമ്മള് ഓൺ ആക്കി നോക്കാം. സോ ഇതാണെന്ന് തോന്നുന്നു ഓൺ ബട്ടൺ അല്ലേ, ഓൺ ബട്ടൺ. സോ അപ്പൊ ഇതാക്കണ ഇവിടെ ഒരു കോഡ് വന്നിട്ടുണ്ട്, ഈ കോഡ് നമ്മൾ ജസ്റ്റ് ഫോൺ അടിക്കാൻ പറഞ്ഞു. സോ ഞാൻ സ്പെല്ല് ഇത്രയാണ് കോഡ്. സോ കണക്ട് ടു കൺസോൾ ഉണ്ട്. നമ്മൾ ഫോണിൽ എക്സ്ബോക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ജോയിൻ കൊടുക്കാം. സോ ഇവിടെ ലോഡിങ് ആട്ടോ സംഭവം. നോക്കാം നമുക്ക് എന്താണ് നോക്കാം. ഇത് കണക്ട് ചെയ്യണം. ഇപ്പൊ വൈഫൈ ഉണ്ടാവും അല്ലെങ്കിൽ വൈഫൈ നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ ടിവിയിലും സംഭവം സെയിം കണക്ട് ആയിട്ടുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് അടിക്കട്ടെ. ഇനി ലാംഗ്വേജ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുവരെ നമുക്ക് നോക്കാം. ഗൈസ്, ഇതാക്കണ ഇത് വൈഫൈ ആയിട്ട് കണക്റ്റിംഗ് ആണ്, അതായത് നമ്മളുടെ ആ സാധനം വൈഫൈ ആയിട്ട് കണക്റ്റിംഗ് ആട്ടോ. യെസ്, റെഡി ആയി. നെക്സ്റ്റ് കൊടുക്കാം. ഓ ഗൈസ്, ഇപ്പൊ ഇതാക്കണത് ഡൗൺലോഡിംഗ് ആണ്. 8%. താഴോട്ട് വൈഫൈ കുറച്ച് സ്ലോ ആണെങ്കിലും ഇത് വർക്കിംഗ് ആവുന്നുണ്ട് ഗൈസ്. ഇതിപ്പോ നമുക്ക് ഫോണിൽ നോക്കിയാൽ ഇതിന്റെ എല്ലാ പരിപാടികളും കാണട്ടോ. എന്താ പറയാ, നമുക്ക് വേണ്ട ഗെയിംസ് ഒക്കെ ഫോണിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട്. സോ നമുക്ക് വൈഫൈ ഒക്കെ സ്വിച്ച് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. കൂളാണ്. എനിക്ക് തോന്നുന്നു ഫോർസ ഓൾറെഡി ഇതിലുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും നോക്കാം എന്തായിരിക്കും അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് PC ഗെയിംസ് ആയിരുന്നു ഇഷ്ടം. നിങ്ങൾക്ക് എന്താ അറിയില്ല, അപ്പൊ PC ഗെയിംസ് കളിക്കാറില്ല, ഭയങ്കര റയറാണ് കളിക്കാറ്. സോ അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പം കൺസോളിൽ ചുമ്മാ ചില്ല് ചെയ്ത് ഗെയിം കളിക്കണ കുറച്ചുകൂടി ഒരു ഇതിലാണ് ഞാൻ വൈബ്. കാരണം നമ്മൾ ഇരുന്ന് സ്ട്രെയിൻ കൊടുത്ത് കളിക്കുന്ന കാര്യം കൂടുതൽ ഇഷ്ടം. കടന്ന് അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ തിരിഞ്ഞിരുന്ന് ചുമ്മാ ടൈം പാസിന് ഗെയിം കളിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പിന്നെ വയർലെസ്സും ആണല്ലോ, സോ നമുക്ക് ഇരുന്ന് ഹെഡ്സെറ്റ് ഒന്നും വെച്ച് കളിക്കേണ്ട ആവശ്യമില്ല. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വൈബായിരിക്കും. സോ സാറവിടെ വർക്കിംഗ് ആകുമ്പോൾ നോക്കും, ഒരു ഗെയിമിംഗ് ഒന്ന് കളിച്ചു നോക്കണം. ഇന്ന് കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല ടൈം എടുക്കുന്നുണ്ട്. 19% ആയി. എന്തായാലും നോക്കാം. ഗൈസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആണ്, പക്ഷെ ഗെയിം ഇപ്പോൾ ഇൻസ്റ്റാൾ ആക്കില്ല എന്ന് തോന്നുന്നു. സോ ഞാനിപ്പോ ഇത് കൊടുക്കുകയാണ്. നമ്മൾ ഹോമിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ സംഭവം നോക്കാം. ഇതാണ് സംഭവം. മൈക്രോസോഫ്റ്റ് ഇനി കുറെ ഭയങ്കര ഇതിട്ടാ കണ്ടില്ലേ, കുറെ സംഭവം. ഗെയിമൊക്കെ ഓഫ്, പിന്നെ ഇതെല്ലാ ഗെയിം ഉണ്ട്. മൈക്രോസോഫ്റ്റിൽ എല്ലാ ഗെയിമും ഉണ്ടാവും. നമുക്ക് പിന്നെ ഇതിൽ തന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ഇതിൽ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒരു ഗെയിം വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു മോളിൽ കൊണ്ടുപോയി മോണിറ്ററിൽ കണക്ട് ചെയ്ത് ചെയ്യേണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു സെറ്റിംഗ്സ് എടുക്കുക, അല്ലെങ്കിൽ വൈഫൈ കൊണ്ട് ആക്കേണ്ടി വരും. സെറ്റിംഗ്സിൽ നമുക്ക് ദിസ് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ. ഇവിടെ
സ്പീഡ് വളരെ കുറവ്, ആകെ 13 MB/s 14 MB/s കിട്ടുന്നുള്ളൂ. സോ അതാക്കണം ഞാൻ ഇതൊക്കെ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടാലും ഗെയിമുകളൊന്നും അത്ര പെട്ടെന്ന് ഡൗൺലോഡ് ആവുന്നില്ല, ഭയങ്കര സ്ലോ ആണ് ഗൈസ്. അപ്പോൾ സോറി ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അവസ്ഥ ഉണ്ടല്ലോ, ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്നും കഴിയത്തില്ല, കാരണം ഞാൻ താഴെ ആയതുകൊണ്ട് വൈഫൈ കുറച്ച് ഷോർട്ടേജ് ആണ്. ഏറോന്ന് 100 GB എങ്കിലും ഉണ്ടാവും ഫോർസ. PC ഓൾറെഡി ഗെയിം ഇൻസ്റ്റാൾ ആണെങ്കിലും സോ അതൊക്കെ ടൈം എടുക്കും. നാളെ വൈകുന്നേരത്തിനുള്ളിൽ മൊത്തം പക്കായിരിക്കും. നാളെ വൈകുന്നേരം നമ്മൾ കംപ്ലീറ്റ് ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യണതാണ്. എനിക്ക് തോന്നുന്നു 2 കൺട്രോളർ കൈസ് കണ്ടില്ല, 2 കൺട്രോളർ വാങ്ങി നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് അപ്പുറത്തിരുന്നിട്ട് ഗെയിം കളിക്കാൻ കഴിയും. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ 4K വർക്ക് ആവും, അങ്ങനത്തെ എല്ലാ കാര്യവും ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നാളെ വരുന്ന 5 മണിക്ക് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇടുന്നതാണ്. സോ ഇതിപ്പോഴും എന്താ പറയുക റണ്ണിങ്ങിലാണ്, 1 GB പോലും ആയില്ലേ. സോ ഇന്ന് രാത്രി മൊത്തം ഓൺ ആക്കിയിടണം. അപ്പം വീഡിയോയുടെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് നമ്മളെ റീലെവൽ ബൈ അക്കാഡമിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്തുണ്ട്. സോ അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.